പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിളിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇത് തികച്ചും ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടമാകും, മുതിർന്നവർക്കും അത് ഒരു രസമായിരിക്കും. അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതറിയില്ലെങ്കിൽ അതൊരു ഉപകാരമായി മാറും. വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ സെർച്ച് ബാറിൽ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതില് ഓപ്പൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാര്യം ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ ഫീച്ചറുകൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. ഇത് സാധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്കുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ബാറിൽ ഗാറ്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. CAT ഗാറ്റ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കാണാൻ സാധിക്കുമല്ലോ. സാധാരണ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ സാധിക്കുമല്ലോ. നമ്മൾ അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ നിന്ന് അമർത്തുന്ന സമയത്ത് പൂച്ചയുടെ ആ ശബ്ദം നമുക്കിവിടെ കാണാൻ സാധിക്കുകയും രണ്ടാമത് അമർത്തുമ്പോഴത്തേക്ക് ഇതുപോലെ പൂച്ചയുടെ കൈകാലുകൾ ഇതുപോലെ സ്പർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തോന്നുന്നത് നോക്കിയാൽ കുട്ടികൾക്കെല്ലാം ഇത് വളരെ രസകരമായിരിക്കും. ഇനി ഞാൻ മറ്റൊരു അനിമലിനെ ഇതുപോലെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ടൈഗർ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അവിടെ നമുക്കൊരു സിമ്പിൾ കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ, ഇതുപോലെ ടൈഗറിന്റെ ശബ്ദം അവിടെ കേൾക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ എലിഫന്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ശബ്ദിക്കുന്ന മൃഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഏതായിരുന്നാലും നിങ്ങൾ ഒന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സിമ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിളിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത് പോയിട്ട് അനിമേഷനും കാണാൻ സാധിക്കും. ഗൂഗിളിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഇത്. വെറും ഫണ്ണിയാണ്, രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണ്. നിങ്ങൾ നോക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.